വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെ 1.5 നൂറ്റാണ്ടിലേറെ പ്രായമുള്ള ആൽമരത്തിന് കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പുനർജീവനം നൽകിയത് കാണുന്നതിന് വനംവകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ നേരിട്ടെത്തി. 2 വർഷം മുൻപ് സോഷ്യൽ ഫോറസ്ട്രി നടത്തിയ പരിശോധനയിൽ ഈ ആൽമുത്തശ്ശിക്ക് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ആൽമരം മുറിച്ച് സംസ്കരിക്കുന്നതിനെക്കുറിച്ച് ആദ്യം ആലോചിച്ചെങ്കിലും പുനരുജ്ജീവന സാധ്യതകൾ തേടി പീച്ചിയിലെ KFRIയെ സമീപിക്കുകയായിരുന്നു ക്ഷേത്രോപദേശക സമിതി. KFRI ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിൽ മരത്തിലെ ഫംഗസുകൾ കളയുകയും ശിഖരങ്ങൾ മുറിച്ച ഭാഗത്ത് തളം കെട്ടി ഔഷധപ്രയോഗം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ആൽമരത്തിൽ പുതിയ നാമ്പുകൾ കിളിർക്കുകയും അവ ചില്ലകളായി വളരുകയുമായിരുന്നു. 2 വർഷം കൊണ്ട് അവ 10 വയസ്സ് പ്രായമുള്ള ചില്ലകളുടെ വളർച്ചയിലെത്തി. KFRI ശാസ്ത്രജ്ഞർ 6 മാസം കൂടുമ്പോഴെത്തി ആവശ്യമായ ഔഷധപ്രയോഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട്. KFRI സ്വന്തം ചെലവിൽ നടത്തിയ ഈ പ്രവർത്തനം വരും തലമുറയുടെ അറിവിലേക്ക് ആൽത്തറയിൽ രേഖപ്പെടുത്തണമെന്നും ഇതുപോലെ പ്രധാനപ്പെട്ട മരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണെന്നും ഈ പ്രവർത്തന നേട്ടം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് നമ്മളാരും ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പരീക്ഷണമാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വനം വകുപ്പും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പരീക്ഷണം വിജയകരമായി മുന്നേറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഈ ആൽമരം തളിരിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ഇതിനെ എങ്ങനെയാണ് പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നും ഇവിടെ വരുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അടിയന്തരമായും അവിടെ ഒരു ബോർഡ് ഡിസ്പ്ലേ ചെയ്യണം. പിന്നീട് നമുക്ക് സോഷ്യൽ ഫോറസ്ട്രിയുമായി സഹകരിച്ച് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഇത്തരം വൃക്ഷങ്ങൾ കണ്ടെത്തുകയും അവർക്ക് ഇതേ മാതൃകയിലൂടെ പുനരുജ്ജീവന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ആൽമരത്തിൽ പേരാലും ഇത്തിയും തനിയെ വളർന്നു വന്നതിനാൽ ഒപ്പം അത്തിയും നട്ട് ഏറെ ഔഷധഗുണമുള്ള നാൽപ്പാമരമാക്കി മാറ്റുവാൻ കഴിഞ്ഞതായി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഹരിഹരൻ പറഞ്ഞു. 2 വർഷം മുമ്പ് ഈ ആലിനെ വെട്ടിമുറിച്ച് മൃതപ്രായമായിരുന്നു ആല്. അപ്പോൾ ആലിനെ നമ്മൾ വെട്ടി ആലിനെ എന്താ വെച്ചാൽ നമ്മൾ സംസ്കരിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. തന്ത്രി വന്ന് നോക്കിയപ്പോൾ ഈ ആലിന് 2-3 നാമ്പുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ തന്ത്രി പറഞ്ഞു ഇതിനെ കൊല്ലാൻ പാടില്ല, അതിന് ജീവനുണ്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ KFRI എന്ന ആൾക്കാരെ വിളിച്ചു. അവരൊന്ന് ഫസ്റ്റ് നോക്കി എൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിരുന്നു. അതിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ചെറുതായിട്ട് പിടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടു കൂടി ഈ ആല് ശരിക്ക് ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനെ പോലെ പുനരുജ്ജീവിച്ച് വരികയാണ്. അപ്പോൾ അടുത്ത വർഷം ഏകദേശം 160ഓളം വർഷം പൂരം കണ്ട ആലാണത്. ഈ ആലിന് മുറിക്കുക പറഞ്ഞാലും എല്ലാ ഭക്തജനങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു. അതേപോലെ ഭഗവാന്റെ മനസ്സ് പോലെ തന്നെ ഈ ആല് വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. CCF ഡോക്ടർ അടൽ അരസൻ, ഡോക്ടർ സുജനപാൽ എന്നിവരോടൊപ്പം എത്തിയ മന്ത്രിയെ ദേവസ്വം ബോർഡ് അംഗം MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലത്ത്, സ്പെഷ്യൽ കമ്മീഷണർ ഉദയകുമാർ, ബോർഡ് സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. TCV ന്യൂസ്, തൃശ്ശൂർ.